തിരുവനന്തപുരം ജില്ലയിലെ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ഗ്രാമപഞ്ചായത്തുകളാണ് നെല്ലനാട് ഗ്രാമപഞ്ചായത്തും മുതാക്കൽ ഗ്രാമപഞ്ചായത്തും. ഈ തിരുവനന്തപുരം കൊട്ടാരക്കര സംസ്ഥാന ഹൈവേ വഴി പോകുന്നവർക്കറിയാം വെഞ്ഞാറമൂട് ടൗൺ. ഈ വെഞ്ഞാറമൂട് ടൗൺ ഉൾപ്പെട്ടിരിക്കുന്നത് നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലാണ്. അതുപോലെ ആ പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പഞ്ചായത്താണ് മുതാക്കൽ. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായ PM ശ്രീ വിഷയത്തിൽ CPIയുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ രണ്ട് പഞ്ചായത്തുകളുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ നെല്ലനാട് ഗ്രാമപഞ്ചായത്തിൽ അവസാനമായി ഒരു LDF ഭരണസമിതി നിലവിൽ വന്നത് 2005-ലാണ്. അതിനുശേഷം ഇതുവരെ പഞ്ചായത്തിൽ ഒരു LDF ഭരണസമിതി നിലവിൽ വന്നിട്ടില്ല. 20 വർഷമാകാൻ പോകുന്നു. എന്തുകൊണ്ട് 2005 ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്തിൽ LDFന് അധികാരത്തിൽ വരാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരമാണ് CPI. ഇടതുപക്ഷ ഐക്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാകരുത് എന്ന് CPM പല ഘട്ടങ്ങളിലും ചിന്തിച്ച് പല തീരുമാനങ്ങളിൽ നിന്നും മാറുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ മുന്നണിയെ തന്നെ നശിപ്പിക്കും എന്ന നിലപാടെടുക്കുന്നവരാണ് CPIക്കാർ എന്ന് ഈ പറയുന്ന നെല്ലനാട് പഞ്ചായത്ത് നമ്മളോട് പറയും. 2010 മുതൽ ഇതുവരെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെല്ലാം CPMഉം CPIയും ഒരു മുന്നണിയല്ലാതെ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ പറയുന്ന നെല്ലനാട്. ഇടക്കാലത്ത് CPMൽ നിലനിന്ന വിഭാഗീയതയുടെ പേരിൽ ആക്റ്റീവായിട്ടുള്ള കുറച്ച് CPM പ്രവർത്തകർ CPIയിലേക്ക് എത്തുകയും അതിനുശേഷം ഇടതുപക്ഷത്തിന് നെല്ലനാട് പഞ്ചായത്ത് ഒരു കിട്ടാക്കനിയായി മാറുകയും ചെയ്തു. ഓരോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ പഞ്ചായത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് CPMഉം CPIയും തമ്മിൽ ചർച്ച നടത്തുക പതിവാണ്. എന്നുവെച്ചാൽ ജില്ലാതല നേതാക്കൾ എത്തി ചർച്ച നടത്തും. എന്നിട്ട് പോലും CPI അവരുടെ നിലപാടിൽ ഇതുവരയ്ക്കും വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പകുതിയിൽ കൂടുതൽ സീറ്റുകളും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവുമൊക്കെ CPIക്ക് വേണമെന്ന് പറയുമ്പോൾ അത് വകവച്ചു കൊടുക്കേണ്ട ഗതികേട് എന്തായാലും CPMനുമില്ല. രണ്ടുപേരും സ്വതന്ത്രമായി വാർഡുകളിൽ മത്സരിക്കുന്നത് അങ്ങനെയാണ്. 2010 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ ഫലം നോക്കിയാൽ അന്ന് 8 സീറ്റുകളാണ് കോൺഗ്രസ് പിടിച്ചെടുത്തത്. 7 സീറ്റുകൾ CPMഉം 1 സീറ്റ് സ്വതന്ത്രനും സ്വന്തമാക്കി. സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി ആ വർഷം നിലവിൽ വന്നു. 2015 വന്നാൽ കോൺഗ്രസ് പാർട്ടി അന്ന് പഞ്ചായത്തിൽ നേടിയത് മൃഗീയ ഭൂരിപക്ഷമാണ്. 12 വാർഡുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തപ്പോൾ CPM 4 വാർഡുകളിൽ ജയിച്ചു. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് വന്നാൽ 8 വാർഡുകൾ കോൺഗ്രസ് നേടി, 5 വാർഡുകൾ CPMഉം നേടി. 2 വാർഡ് സ്വതന്ത്രന്മാരും 1 വാർഡിൽ BJPയും ജയിച്ചു. ഈ 3 തെരഞ്ഞെടുപ്പുകളും എടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. LDF മുന്നണിയോട് വിലപേശൽ നടത്തുകയും ഒടുവിൽ സ്വന്തം സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും ചെയ്ത CPI ഈ പഞ്ചായത്തിൽ തകർന്നു തരിപ്പണമാകുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. ഇത്തവണ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്നു. ഇതിനിടെ CPMൽ നിന്ന് CPIയിലേക്ക് പോയ സഖാക്കളെല്ലാം സ്വന്തം പാർട്ടിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിലും പഴയ നിലപാടുകളാണ് CPI തുടർന്നു വരുന്നതെങ്കിൽ വെഞ്ഞാറമൂട് മേഖലയിലുള്ളവർ ഒരു CPIക്കാരനെ കാണാൻ പിന്നെ കൊല്ലത്തേക്കോ മറ്റേതെങ്കിലും ജില്ലകളിലേക്കോ വണ്ടി വിളിച്ചു പോകേണ്ടി വരും. അതുപോലെ തന്നെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നാൽ LDF അധികാരത്തിലെത്തുകയാണെങ്കിൽ CPMന് പ്രസിഡന്റ് സ്ഥാനമെന്ന് മുന്നണി അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് മുതാക്കൽ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ BJPക്ക് 7 സീറ്റുകളാണ് ലഭിച്ചത്. LDFന് 6 സീറ്റുകളും 2 സ്വതന്ത്രരും പഞ്ചായത്തിൽ വിജയിച്ചു. വിജയിച്ച 2 സ്വതന്ത്രരെ കൂടി LDF മുന്നണിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷം പിടിച്ചു. സ്വാഭാവികമായും മുന്നണി ധാരണയുടെ അടിസ്ഥാനത്തിൽ CPM പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. ഭരണം 2 വർഷം കഴിഞ്ഞപ്പോൾ CPIക്ക് പെട്ടെന്നൊരാഗ്രഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം. ഇതിനായി നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ CPI അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അതോടെ വിശ്വാസ വോട്ടെടുപ്പിൽ പഞ്ചായത്ത് ഭരണം BJPയുടെ കൈകളിലേക്ക് പോകുമെന്ന സാഹചര്യമെത്തി. 4 CPM മെമ്പർമാരും 2 സ്വതന്ത്രരും കൂടി ചേർന്നാൽ ഭൂരിപക്ഷം എത്തില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. ഒടുവിൽ പഞ്ചായത്ത് ഭരണം BJPയുടെ കൈകളിലേക്ക് പോകാതിരിക്കുവാൻ CPM വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങി. അങ്ങനെ CPI നേതാവിനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ തീരുമാനമെടുക്കേണ്ടി വന്നു. ഈ തിരുവനന്തപുരം ജില്ലയിലെ 2 പഞ്ചായത്തുകളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര പഞ്ചായത്തുകളിൽ LDF ഐക്യത്തിന് പ്രശ്നമായി CPI എന്ന പാർട്ടി നിലനിൽക്കുന്നുണ്ട്? സ്വന്തം കാര്യം നടക്കണമെന്ന ഒരു ചിന്തയില്ലാതെ LDFന് നല്ലത് വരണമെന്നൊരു ചിന്ത CPIക്കില്ല.
ഇപ്പോഴുള്ള PM ശ്രീ പദ്ധതിയുടെ പേരിൽ ഈ ഒരു വിലപേശൽ CPI നടത്തുമ്പോൾ മുന്നണിക്ക് പ്രശ്നമുണ്ടാകരുത് എന്ന് കരുതി വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. ഒരു ഭരണ കാലയളവിൽ 4 വർഷവും ആദർശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPI അവസാന വർഷത്തിൽ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന ചില പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും. എന്താണ് അവർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? എപ്പോഴായാലും തിരഞ്ഞെടുപ്പുകൾ വരുന്നതിന് തൊട്ടുമുന്നേ LDFിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി വിലപേശൽ നടത്തുക എന്നുള്ളത് CPIയുടെ രീതിയാണ്. ഉറപ്പായിട്ടും പറയാൻ കഴിയും, മുട്ടാപ്പോക്ക് നിലപാടുകളുമായി ഇടതുപക്ഷ മുന്നണിയെ സമ്മർദ്ദത്തിലാക്കുക എന്നത് CPI നാളിതുവരെ സ്വീകരിച്ചു വന്ന നിലപാടാണ്. നിങ്ങൾ നോക്കൂ, ഏത് തെരഞ്ഞെടുപ്പിന് മുന്നെയാണ് LDFിൻ്റെ കൂട്ടായ്മയ്ക്ക് നേരെ വെല്ലുവിളികളുമായി CPI വരാത്തത്? എന്താകും അതിൻ്റെ ഒരു കാരണം? CPI എന്നൊരു വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് CPM രൂപീകൃതമായതും CPI മെലിഞ്ഞുണങ്ങിയതും CPM വലിയ പാർട്ടിയായി മാറിയതുമൊക്കെ CPIക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. 1964 നവംബർ 7 CPM രൂപം കൊണ്ടതിന് ശേഷം CPI എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഇല്ലാതായി. ആ പാർട്ടി മെലിഞ്ഞുണങ്ങി ഇല്ലാതായി വരുമ്പോഴും ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ഇല്ലാത്ത ആൾബലത്തെ മറികടക്കാൻ ആദർശങ്ങളുടെ പേരിൽ CPMന് മുകളിൽ മേൽക്കൈ നേടിയെടുക്കാൻ ആ പാർട്ടി അന്നു മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയാമല്ലോ, ഇന്ന് ഒരു രാഷ്ട്രീയ നിലപാട് പോലും എടുക്കാനുള്ള രാഷ്ട്രീയ ബലം അവർക്കില്ല. എങ്കിൽ പോലും അവരുടെ ഡയലോഗ് കേട്ടാൽ വിചാരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവരാണ് എല്ലാം എന്ന്. മറ്റൊരു കാര്യം കൂടി പറയാം, LDFന് CPI ഉണ്ടാക്കിയ അത്രയും ഡാമേജ് എതിർ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPI മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, CPI ഇല്ലേലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ LDF സംവിധാനത്തിന് വലിയ ഡാമേജ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ LDFിൽ നിന്നും പുറത്തായാൽ ഇപ്പോഴുള്ള പെരുമയും പദവിയും അംഗീകാരവും ഇല്ലാതെ ഒന്നുമല്ലാതാക്കാൻ പോകുന്നത് CPI എന്ന പാർട്ടിയാണ്. അങ്ങനെ വന്നാൽ ആ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കായിരിക്കും സാഹചര്യം അവരെ കൊണ്ടെത്തിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് CPM കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. ആ വകുപ്പിൽ കയറി അഭിപ്രായം പറയേണ്ട ഒരു കാര്യവും CPI എന്ന ഘടകകക്ഷിക്കില്ല. CPMൻ്റെ വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ CPM എന്ന പാർട്ടിക്കറിയാം. CPIക്ക് ഇപ്പോഴുള്ള 16 MLAമാർ പോലും ഉണ്ടായത് CPMൻ്റെ പിന്തുണ കൊണ്ടും CPM പ്രവർത്തകർ ചത്തു പണിയെടുത്തതുകൊണ്ടുമാണ്. LDF മുന്നണി സംവിധാനത്തിൽ നിന്നും ആ നീർക്കോലി പാർട്ടിയെ എടുത്ത് പുറത്തേക്കിടുകയാണ് വേണ്ടത്. ഇത് ഞാൻ പറയുന്നതല്ല, സാധാരണക്കാരായ CPM പ്രവർത്തകർ പറയുന്നതാണ്. കാരണം ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കുന്നത് അവരാണ്. അവർക്കറിയാം CPM എന്താണെന്നും CPI എന്താണെന്നും CPI എന്ന പാർട്ടിക്ക് നാട്ടിൽ കിട്ടുന്ന വില എന്താണെന്നുമൊക്കെ. LDFിൽ നിന്ന് പുറത്തുപോയാൽ 2 സീറ്റുകൾ പോലും മത്സരിച്ച് ജയിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് CPMനെ വെല്ലുവിളിച്ച് LDF സംവിധാനത്തെ കുഴപ്പത്തിൽ ചാടിക്കാൻ നോക്കുന്നതെന്നുള്ളത് മറ്റൊരു തമാശ. ഉറപ്പാണ് CPIയുടെ ഈ നീക്കത്തിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളത്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കുറച്ച് തദ്ദേശ സീറ്റുകളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1-2 നിയമസഭാ സീറ്റുകളും കൂടുതൽ വാങ്ങിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ആ ഉദ്ദേശമൊന്നും ഏകദേശം ഉറപ്പാണ്. യാതൊരു രാഷ്ട്രീയ മര്യാദയും കാണിക്കാതെ LDF സംവിധാനത്തെ കുഴപ്പത്തിൽ ചാടിക്കാൻ നോക്കുന്ന CPI എന്ന രാഷ്ട്രീയ പാർട്ടി സാധാരണ CPM പ്രവർത്തകരെ ക്ഷമയുടെ നെല്ലിപ്പലക കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് 21 മന്ത്രിമാരുണ്ട്. എന്നാൽ ഏത് വകുപ്പിനെതിരെയും ആരോപണങ്ങൾ, കള്ളപ്രചരണങ്ങൾ എന്നിവയൊക്കെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും നുണകൾ പൊളിച്ചെടുക്കാനും CPM പ്രസ്ഥാനവും സൈബർ സഖാക്കളും തന്നെയാണ് മുന്നിലുള്ളത്. അല്ല, അവർ മാത്രമേ ഉള്ളൂ. മുന്നണിയിലെ ഏതു ഘടകകക്ഷിയാണെങ്കിലും അവരുടെ കാര്യം അവർ നോക്കട്ടെ എന്ന് CPM ചിന്തിക്കാറില്ല. ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം, CPIയെ ഇപ്പോൾ മാധ്യമങ്ങൾ വാഴ്ത്തി പാട്ടുപാടുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, CPIക്ക് എന്തോ കുഴപ്പം വരാൻ പോകുന്നു എന്ന്. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ എന്നുകൂടി ഓർത്തു വച്ചേക്കുക.